മലയാള സിനിമാ താരജോഡികളായ ദിലീപും കാവ്യമാധവനും വിവാഹിതരായി. എറണാകുളത്ത് ഹോട്ടൽ വേദാന്തയിൽ രാവിലെ 9:50 മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ എത്തിയിരുന്നു. വിശദാംശങ്ങളുമായി അലക്സ് ചേരുന്നു. അലക്സ്, ചടങ്ങുകൾ സംബന്ധിച്ചും ഇപ്പോൾ താരദമ്പതികൾ മറ്റ് ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ടോ? എന്താണ് ഇനിയുള്ള പ്രോഗ്രാമുകൾ? പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാഹം രാവിലെ 9:50 മുഹൂർത്തത്തിൽ കഴിഞ്ഞിരുന്നു. നേരത്തെ ഞാൻ പലതവണ ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ രാവിലെ 8:30 ഇന്ന് രാവിലെ 9-നും 10-നും ഇടയിൽ എറണാകുളത്തെ കലൂരിന് സമീപം ഹോട്ടൽ വേദാന്തയിൽ ദിലീപും കാവ്യമാധവനും വിവാഹിതരാകുന്നു എന്ന വാർത്ത പുറത്തറിയുന്നത്, മാധ്യമങ്ങൾ അറിയുന്നത്. ആ സമയം മുതൽ തന്നെ ആ ഒരു പ്രദേശം വലിയ തിരക്കിലാണ്. മാധ്യമങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. അവിടെ ഒഴുകിയെത്തുമ്പോൾ അറിയാൻ കഴിഞ്ഞത് തന്നെ, അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞത് തന്നെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റു ബന്ധുക്കൾ മാത്രമാണ് ഈ വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. സിനിമാ മേഖലയിലുള്ള പ്രമുഖരുണ്ട്. അത് കാവ്യമാധവൻ്റെയും ദിലീപിൻ്റെയും സുഹൃത്ത് വലയത്തിലുള്ളവരാണ്. പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ മമ്മൂട്ടി, നടൻ സിദ്ദിഖ്, സംവിധായകരായ സിദ്ദിഖ്, കമൽ, അതുപോലെ ജോഷി തുടങ്ങി നിരവധി പ്രമുഖർ, KPSC ലളിത, KPSC ലളിത, കവിയൂർ പൊന്നമ്മ, സലീം കുമാർ, നാദിർഷ തുടങ്ങി നിരവധി പ്രമുഖർ ഈ വിവാഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടെത്തിയിരുന്നു. അതുപോലെ കാവ്യമാധവൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ സുജ കാർത്തിക അടക്കം അവരൊക്കെ എത്തിയിരുന്നു. അവരൊക്കെ ഞങ്ങളോട് പ്രതികരിച്ചത്, ഇന്നലെ രാത്രി ഒരു 9 മണിക്ക് ശേഷം ഫോൺ കോൾ വരുന്നു, വിവാഹം നാളെ രാവിലെ 9-നും 10-നും ഇടയിൽ ഹോട്ടൽ വേദാന്തയിൽ വരണം, പട്ടുസാരി ഉടുത്ത് വരണമെന്ന് സുജ കാർത്തികയോട് പറയുന്നു. അതുപോലെ ദുബായിലുള്ള കാവ്യയുടെ ബന്ധുവിനോട് മുണ്ടുടുത്ത് വരണമെന്ന് പറയുന്നു, ഹോട്ടൽ വേദാന്തയിലേക്ക് രാവിലെ എത്തണമെന്ന് പറയുന്നു. അത്തരത്തിൽ വിദേശത്തും സ്വദേശത്തുമായി ഉണ്ടായിരുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കളെല്ലാം ഈ ഒരു വിവാഹത്തിലേക്ക് പെട്ടെന്ന് ക്ഷണിക്കപ്പെട്ടതിന് പ്രകാരം ഓടിയെത്തുകയായിരുന്നു. വിവാഹം വളരെ ലളിതമായാണ് നടന്നത്. 9:30 മകൾ മീനാക്ഷിക്കൊപ്പമാണ് ദിലീപ് വിവാഹ നടക്കുന്ന ഹാളിലേക്ക് എത്തിയത്. മാതാപിതാക്കൾക്കൊപ്പം കാവ്യമാധവനും എത്തി. അവിടെ ഉണ്ടായിരുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസ് MD ജോൺ ബ്രിട്ടാസ്, അതുപോലെയുള്ള മറ്റു പ്രമുഖർ, മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖർ, അവരുടെ എല്ലാം ആശീർവാദത്തിന് ശേഷം ഇരുവരും മണ്ഡപത്തിലേക്ക് കയറി. മണ്ഡപത്തിൽ നിന്ന് ആശീർവാദം വാങ്ങിയതിനു ശേഷം 9:50 ദിലീപ് കാവ്യമാധവൻ്റെ കഴുത്തിൽ താലി ചാർത്തി. പരസ്പരം ഹാരമണിയിച്ചുകൊണ്ടുള്ള ലളിതമായ ചടങ്ങുകൾ മാത്രമാണ് നടന്നത്. അതിനുശേഷം അതേ ഹോട്ടലിൽ തന്നെ ചെറിയൊരു സൽക്കാരവും ഒരുക്കിയിരുന്നു, ഒരു സദ്യയും ഒരുക്കിയിരുന്നു. വിവാഹത്തിൽ പങ്കെടുത്തവർ ആ സദ്യയ്ക്കും ശേഷം പിരിയുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആരാധകർക്ക് ഈ വിവാഹത്തിലേക്ക്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഈ വിവാഹത്തിലേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. ഏറെ രഹസ്യമായി വെച്ചിരുന്ന ഒരു വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പോലും പറഞ്ഞത് ഇന്ന് രാവിലെയാണ്. മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ആ ഹോട്ടലിന് മുന്നിൽ ആരാധകർ എത്തിയിരുന്നു. അവർ എന്ത് തന്നെയായാലും വിവാഹത്തിലേക്ക്, അല്ലെങ്കിൽ വിവാഹം കാണാനായില്ലെങ്കിലും അവർ സന്തുഷ്ടരാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് ഈ ഒരു വിവാഹം എന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ, ഈ വിവാഹത്തിൽ പങ്കെടുത്ത അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത് അത് തന്നെയാണ്. ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. ഈ ഒരു തീരുമാനം എപ്പോൾ വരുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രിയെങ്കിലും അത് നമ്മളെ അറിയിച്ചു എന്നടക്കം പറഞ്ഞിരുന്നു. ദിലീപ് വ്യക്തമാക്കിയിരുന്നു, ഇനി ഇത്തരത്തിലൊരു ഗോസിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത്തരം ഗോസിപ്പുകൾ കഴിഞ്ഞ വർഷങ്ങളായി നിലനിൽക്കുമ്പോൾ തന്നെ കാവ്യയ്ക്കോ തനിക്കോ ഇനി മറ്റൊരു ജീവിതം ഉണ്ടാകില്ല എന്നടക്കം ദിലീപ് വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു കാര്യം, മഞ്ജുവുമായി വേർപിരിയലിന് ശേഷം ദിലീപ് കൃത്യമായി പറഞ്ഞിരുന്നു, മകൾ മീനാക്ഷിക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ ഇഷ്ടങ്ങൾക്കായിരിക്കും താൻ ഏറ്റവും കൂടുതൽ ചെവികൾക്ക് അല്ലെങ്കിൽ വില നൽകുക. അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ സമ്മതപ്രകാരം മാത്രമേ ഇത്തരം എന്തെങ്കിലും ഒരു നീക്കമുണ്ടെങ്കിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മീനാക്ഷി സമ്മതിച്ചതിന് ശേഷമാണ് ഈ ഒരു വിവാഹം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി മീനാക്ഷി കാവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു, കാവ്യയുടെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ അവിടെ നിന്ന് തന്നെ ബന്ധുക്കളുടെ അടക്കം അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ മീനാക്ഷിയുടെ പൂർണ്ണ സമ്മതത്തോടെ നടന്ന വിവാഹം. മീനാക്ഷിയെ വിവാഹത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ദിലീപ് കൂടെ ചേർത്ത് നിർത്തിയിരുന്നു. അത്തരത്തിൽ വളരെ ലളിതമായി ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവരെല്ലാം മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള നടന്ന ഒരു ചടങ്ങായിരുന്നു. വിവാഹത്തിന് ശേഷം അവർ ഇരുവരും ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത അമ്പലത്തിൽ ദർശനം നടത്തി. ഇനി ഉച്ചയോടുകൂടി ഇവർ ദുബായിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രജീഷ്, അലക്സാണ് താരദമ്പതികൾ വിവാഹ ചടങ്ങുകൾ സംബന്ധിച്ചൊക്കെ വിശദാംശങ്ങൾ നൽകിയത്.